കഴിഞ്ഞ ദിവസങ്ങളിലേ രസമുണ്ട്. ഇമ്മാനുവൽ എഫ് എന്നും പറഞ്ഞൊരു മകൻ സാക്ഷ്യം പറഞ്ഞു. ഇമ്മാനുവൽ എഫ് 3 കൊല്ലമായിട്ട് നിരീശ്വരവാദിയായിട്ട് ജീവിക്കുന്ന ആളാണ്. നിരീശ്വരവാദികൾക്കുണ്ടാകുന്ന ചെറിയൊരു പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ അവർ ഈ നിരീശ്വരവാദത്തിലേക്ക് വന്ന ഈ രോഗം അവർ പടർത്താൻ നോക്കും. ഈ കുലസ് കൊതുകിനെ പോലെയുള്ള പരിപാടിയാണ്. അവർക്കുണ്ടാകുന്ന ചിക്കൻ ഗുനിയ മറ്റുള്ളവരെയും പോയി കുത്തുവെച്ച് നിരീശ്വരവാദം അവർ പടർത്തിക്കൊണ്ടേയിരിക്കും. ഇത് കാരണം വരാൻ പോകുന്ന പ്രശ്നം, ഇവർ ഈശ്വരവിശ്വാസത്തിലേക്ക് തിരിച്ചു വരുന്നു കഴിഞ്ഞാൽ ഇവർക്ക് പിന്നീട് ഉണ്ടാകുന്ന ഇവർ വർക്ക് എത്ര ചെയ്താലും ബാക്കി എല്ലാ വർക്കുകളും നമുക്ക് പശ്ചാത്താപം വന്നു കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ചെയ്ത് വിജയിപ്പിക്കാൻ പറ്റും. ഈ നിരീശ്വരവാദികൾ ഏതെങ്കിലും പൂർവികരുടെ ദൈവാനുഗ്രഹമോ അമ്മയുടെ അപ്പനമ്മമാരുടെ പ്രാർത്ഥന കൊണ്ട് അവർ പിന്തിരിഞ്ഞ് വന്ന് സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ, സത്യം മനസ്സിലാക്കിയത് കൊണ്ട് മാത്രം ആയില്ല, ഇതിനുള്ള പ്രശ്നം എപ്പോഴും ഇതിൻ്റെ പ്രായശ്ചിത്തം ചെയ്തുകൊണ്ടിരിക്കണം. റെക്ടിഫൈ ചെയ്യണമെങ്കിൽ ബൈബിളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് പ്രായശ്ചിത്തം. നമ്മൾ തെറ്റ് ചെയ്ത സോറി പറഞ്ഞ ഈ സംഭവം സോറി പറയാൻ നമുക്ക്. അതുകൊണ്ട് ഇപ്പോൾ ഒരു കറണ്ടിൻ്റെ കമ്പി പൊട്ടിപ്പോയി, അത് നമുക്ക് കെട്ടിവെക്കാം. പക്ഷെ കറണ്ട് പാസ് ചെയ്യണത് വേറെ വിഷയമാണ്. കെട്ടിയത് കൊണ്ട് കറണ്ട് പാസ് ചെയ്യേണ്ട കാര്യമില്ല. കറണ്ട് പാസ് ചെയ്യണമെങ്കിൽ ചാർജ് ചെയ്യണം. പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? ഇപ്പോൾ ഒരു കറണ്ട് കമ്പി പൊട്ടിപ്പോയാൽ സ്വാഭാവിക ലൈൻമാന് വന്നത് കെട്ടിവെക്കാം. കെട്ടിവെച്ചത് കൊണ്ട് കറണ്ട് പാസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. കറണ്ട് പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചാർജ് ചെയ്യണം. ഇതുപോലുള്ളൊരു പ്രശ്നമാണ് ഈ പശ്ചാത്താപം. ഇപ്പോൾ ദൈവത്തോട് നമുക്ക് സോറി പറയാം. സോറി പറഞ്ഞാൽ പൊട്ടിപ്പോയ കമ്പി കെട്ടിവെച്ചതുപോലെ ഉള്ളൂ. ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദൈവത്തിലെ പരിശുദ്ധാത്മാവ് പിന്നെ പ്രവർത്തിക്കണ്ടേ? അതിനെന്ത് ചെയ്യണം? ആ പശ്ചാത്താപം നമ്മൾ പ്രവൃത്തിയിൽ കാണിക്കേണ്ടി വരും. അപ്പം നിങ്ങൾ ഈ പശ്ചാത്താപത്തിൻ്റെ പ്രോബ്ലം, ഇപ്പം മനുഷ്യന്മാർ തമ്മിലുള്ള എല്ലാ വിഷയങ്ങൾക്കും സോറി കേട്ട എൻ്റെ അപ്പുറത്തൊരവസ്ഥയിൽ കള്ളുകുടിയന്മാർ വന്ന് നമ്മളെ തന്തയ്ക്ക് വിളിച്ചിട്ട് പിറ്റേ ദിവസം ഞാൻ പള്ളിയിലൊക്കെ ഇരിക്കുമ്പോൾ എന്തെല്ലാം അവർ സന്ധ്യക്ക് വന്ന് തെറിയൊക്കെ വിളിക്കും. ആ തന്തക്കും തള്ളക്കും ഒക്കെ വിളിച്ചിട്ട് പോകും. അപ്പോൾ ഞാൻ ചിരിച്ചോണ്ട് അവിടെ ഇരിക്കുള്ളൂ, പ്രശ്നമൊന്നുമില്ല. കാര്യം ഇതൊക്കെ നമുക്ക് പ്രതിഷ്ഠയല്ല നമ്മൾ ചില ഇടവകയിലൊക്കെ വരണത്. നന്മയുള്ള ഒത്തിരി വിശുദ്ധന്മാരായ മനുഷ്യരുണ്ടാകും, ഇതുപോലെ കുറേ ആൾക്കാരും ഉണ്ടാകും. അവരൊക്കെ വേണം, അത് വ്യത്യാസമാണ് അവരൊക്കെ. പക്ഷെ ഒരു പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ അവർ നാളെ ബോധം അവരെ കള്ളടങ്ങുമ്പോൾ അവരൊന്ന് സോറി പറയും. പക്ഷെ സോറി പറഞ്ഞാൽ നമുക്ക് മനുഷ്യന്മാർക്ക് തമ്മിൽ പ്രശ്നമില്ല, പക്ഷെ ദൈവത്തിന് സോറി കൊണ്ട് പറ്റത്തില്ല. സോറി പറഞ്ഞാൽ പറയും ആ പൊട്ടിയ കമ്പി കെട്ടിവെച്ചെന്ന് പറയും. ചാർജ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവ് കയറിപ്പോണ്ട് അതിൽ ചാർജ് ചെയ്യുമെന്ന് പറയണത്. ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളത് പ്രായശ്ചിത്തം ചെയ്യണം. അതിന് വേണ്ടി പ്രായശ്ചിത്തം, അതെന്തുമാത്രം ഇരട്ടി പ്രായശ്ചിത്തം ചെയ്യാൻ പറ്റും നമ്മൾ ചെയ്ത് തെറ്റിന്. അതുകൊണ്ടാണ് പശ്ചാത്താപത്തിൻ്റെ കൂടെ പോകുന്ന സംഭവമാണ് പ്രായശ്ചിത്തം. ഇപ്പോൾ ഈ ഇമ്മാനുവൽ എഫ് എന്ന് പറയുന്ന ആൾ പറയണത്, ഞാൻ 3 കൊല്ലം നിരീശ്വരവാദിയായിരുന്നു. അപ്പോൾ എൻ്റെ എല്ലാ ബിസിനസ്സും തകർന്ന്, എന്നെ നാട്ടിൽ ചെയ്തതും തെറ്റിപ്പോയി, എനിക്ക് ഇവിടുന്ന് കരകയറാനും പറ്റണില്ല. ഞാൻ അങ്ങനെ പെട്ടു നിൽക്കുക. ഞാൻ പെട്ടുപോയപ്പോൾ അമ്മ എന്നെ പറഞ്ഞ്, എടാ മോനെ നീ പോയി കൃപാസനത്തിൽ പോകും. ഇപ്പം ഇന്നിപ്പോൾ എല്ലാ മനുഷ്യർക്കും കേരളത്തിൽ മൊത്തം മലയാള ഭാഷ അറിയാവുന്നവർക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും വന്നാൽ അവരെങ്ങനെ പിടിച്ചു നിന്നാലും അവസാന കൈക്ക് അവർ പറയും കൃപാസനത്തിൽ പോയാന്ന് ചോദിക്കും ആൾക്കാർ. കാരണം ഞാൻ ദിവസം കാണുന്ന ആൾക്കാരെന്ന് പറയുന്നത് ഒരിക്കലും ദൈവമായിട്ട് അടുക്കാത്ത ആൾക്കാരെയാണ് പലപ്പോഴും ഞാൻ കാണുന്നത്. അപ്പോൾ അവർ അങ്ങനെ വരത്തില്ല. പിന്നെ അവർ വന്നെങ്കിൽ ഇവിടെ വന്ന് ദൈവം അവരെ കൊണ്ടുവന്നതാണ്. അപ്പം അങ്ങനെ വരുമ്പോഴേക്ക് ഞാനത് സ്പെഷ്യൽ ഇൻട്രസ്റ്റ് എടുക്കും. എന്താ കാര്യം വെച്ചാൽ അവർ ഇനിയും പോയാൽ പിന്നെ ഒരിക്കലും ദൈവത്തിന് അവരെ കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ ആ വിഷയം മാതാവിനോടും ഈശോയോടൊക്കെ മാറിയൊക്കെ പറഞ്ഞിട്ട് ആ വിഷയം ഗ്യാരണ്ടി ചെയ്യും. കാര്യം ഇവൻ രക്ഷപ്പെടണത് കൊണ്ട്. പക്ഷെ ഒരു പ്രശ്നം തന്നെ ആ ഒരു വിഷയത്തിൽ നിന്ന് അവൻ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും. പിന്നെ കണ്ടിന്യൂസ് ചാർജിങ് എന്ന് പറയണത് നമുക്ക് പറ്റത്തില്ല. എന്താ കാര്യം?
അത് അവർ തന്നെ ഒരിക്കൽ ദൈവ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? അത് മാറാതെ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോയതിനൊക്കെ പരിഹാരം ചെയ്തുകൊണ്ട് ചാർജ് ചെയ്തെടുക്കാൻ നോക്കണം. ചാർജ് ചെയ്തെടുക്കാൻ കഴിഞ്ഞ കാലങ്ങളിൽ ഇപ്പോൾ ഇമ്മാനുവലിനെ സംബന്ധിച്ചോളൂ. ഇമ്മാനുവൽ ഒന്ന് ഉടമ്പടി എടുക്കാൻ പോയി. ഈ നിരീശ്വരവാദന്മാർക്കുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും കൂടുതൽ പ്രയാസമാണ്. കാര്യം അവർ മാക്സിമം ആൾക്കാരോട് തങ്ങളുടെ നിരീശ്വരവാദം പ്രചരിപ്പിച്ച് കാണും, നാട്ടിലും വീട്ടിലുമൊക്കെ ബന്ധുക്കളോടും. അത് കാരണം ഏറ്റവും വലിയ പ്രശ്നം നാട്ടുകാരും വീട്ടുകാരും തന്നെ ആയിരിക്കും. അപ്പോൾ അവർ നിൽക്കണ കാരണം ഇനി ഇവൻ ഈശ്വര വിശ്വാസത്തിലേക്ക് വന്നാലും അവനത് നാട്ടുകാരുടെ മുമ്പിൽ ചമ്മാന ചളിപ്പുണ്ടാക്കാൻ നിൽക്കത്തില്ല, പറയത്തില്ല. ഈശ്വര വിശ്വാസത്തിലേക്ക് വന്ന കാര്യം പറയത്തില്ല. നാട്ടിൽ കുർബാനക്ക് പോകാതെ വേറെ എവിടെയെങ്കിലുമൊക്കെ കുർബാനക്ക് പോകും. നാട്ടുകാർ ചോദിക്കത്തില്ലേ, നീ ഈശ്വരവാദികൾ നടന്നിട്ട് ഇപ്പം ഈശ്വര വിശ്വാസി ആയില്ലേ എന്ന് ചോദിക്കണ കാരണം ആൾക്കാർക്ക് ചൂണ്ട പോലെയാണ്. ചില മീൻ ഉടക്കി കഴിഞ്ഞാൽ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തുകൊണ്ടാണ് അത് രക്ഷപ്പെട്ടു പോകാത്തതിന് ഞാൻ അതിൻ്റെ കുടുക്കാണ്. നിരീശ്വരവാദത്തിനൊരു പ്രശ്നത്തിൽ അത് നമുക്ക് ഒരു പാപിക്ക് രക്ഷപ്പെടാൻ എളുപ്പം, പക്ഷെ നിരീശ്വരവാദിക്ക് പാടാൻ. അവൻ കുടുക്കിൽ കിടക്കുകയാണ്. ഭയങ്കര, അതായത് എപ്പോഴും നമ്മൾ ഈശ്വര വിശ്വാസത്തിൽ കുഞ്ഞുങ്ങളെ വളർത്തണമെന്ന് പറഞ്ഞത് വലിയ ദൈവാനുഗ്രഹമാണത്. നിങ്ങളുടെ മക്കൾക്ക് വേറെ എന്ത് തെറ്റുണ്ടെങ്കിലും നിങ്ങൾക്ക് തിരുത്താം. പക്ഷേ നിരീശ്വരവാദത്തിൽ വീണ് പോയാലുള്ള പ്രശ്നം അവന് കുടുക്കിൽ കിടക്കുകയാണ്. അവൻ മറ്റുള്ളവരോടെല്ലാം അത് കെട്ടിപ്പൊഴിച്ചിട്ടുണ്ട് നിരീശ്വരവാദം. അത് കാരണം അവരുടെ മുമ്പിലൊക്കെ ഇവന് ഇനി താഴാൻ പറ്റത്തില്ല. അവൻ അതുകൊണ്ട് നിരീശ്വരവാദിയായിട്ട് തന്നെ നിന്ന് മരിച്ചു പോകും. എന്തൊരു ഗതികേടാണെന്നറിയാമോ? ഭയങ്കര ഗതികേടാണ്. പക്ഷെ ചിലർക്ക് ഈ വീട്ടുകാരുടെ അമ്മയും അപ്പനും ഒക്കെ ജീവിച്ചിരിക്കുന്നത് തന്നെ വലിയൊരു അനുഗ്രഹമാണ്. കാര്യത്തിൽ നമ്മൾക്ക് ഉത്തരവാദിത്വത്തോടെ പ്രാർത്ഥിക്കാനുള്ള ആൾക്കാരാണ് ഈ അമ്മ, അപ്പൻ, ഭാര്യ ഭയങ്കര സംഭവമാണ്. പല ഭർത്താക്കന്മാരും ജീവിച്ചിരിക്കുന്നത് തന്നെ ഭാര്യമാരുടെ പ്രാർത്ഥന കൊണ്ടാണ്. ശരിക്കും അമ്മയുടെ അമ്മയുടെ ഭാര്യയും വേണ്ട ചില സമയത്ത് ഒരേ പങ്കാളിത്തമാണ് ഈ ഒരാളെ വീണുപോയ രക്ഷപ്പെടുത്താനുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ അവർ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങളെപ്പോഴും മനുഷ്യർ അവരിൽ നിന്ന് കിട്ടുന്ന ജോലിയോ അല്ലെങ്കിൽ അവരിൽ നിന്ന് കിട്ടുന്ന പണമൊക്കെയാണ് ആൾക്കാർ പ്രാധാന്യം കൊടുക്കുന്നത്. ശരിക്കും അതല്ല. നമ്മുടെ വിശ്വാസത്തിൽ നമ്മളെ വിശുദ്ധിയിൽ നിലനിർത്താൻ വേണ്ടി നമുക്ക് വേണ്ടി ഫസ്റ്റ് ഹാൻഡായിട്ട് പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ് ഭർത്താവ്, ഭാര്യ, അമ്മ എന്നൊക്കെ പറയണത്. അപ്പം അതിനൊക്കെ നമ്മൾ ദൈവത്തോട് നന്ദി പറയണം. അവർക്ക് വല്ലതും ചത്തൊടുങ്ങി കിടന്നിട്ട് അല്ലെങ്കിൽ അവർക്ക് തളർന്ന് കിടന്നിട്ട് കിടന്നിട്ട് കരഞ്ഞു കൂപ്പി നിലവിളിക്കണമല്ല. ഭാര്യയും ഭർത്താവൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ അവരെ തന്നതിന് നമ്മൾ ദൈവത്തോട് നന്ദി പറയണം. മക്കളെ തന്നതിന് ഇപ്പം നമ്മൾ ഈ മക്കളെ കൊണ്ട് ചില ആൾക്കാർക്ക് ഉപകാരമില്ലാത്ത എന്തുകൊണ്ടാണ്? ദൈവത്തിന് ഉപകാരമില്ലാത്തത് കൊണ്ടാണ്. നിങ്ങൾക്കൊരു കുഞ്ഞിനെ കിട്ടി, അതായത് നിങ്ങൾക്ക് 5 കുഞ്ഞുങ്ങളെ നീ പറ്റുമെന്ന് വിചാരിച്ചോ? അപ്പം അങ്ങനെ അല്ലെങ്കിൽ 4 കുഞ്ഞുങ്ങളോ 3 കുഞ്ഞുങ്ങളെ കിട്ടി. നിങ്ങളെ ആ അമ്മമാർ എപ്പോഴും ദൈവതിരുസന്നിധിയിൽ ആരെല്ലാം മറന്നുപോയാലും നിങ്ങൾ മറക്കാതെ ദൈവത്തിന് നന്ദി പറയണം. കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അവർ മയക്കുമരുന്നിന്, കഞ്ചാവിന്, അല്ലാത്ത തന്നെ അവിഹിതമായ കാര്യങ്ങളൊക്കെ പോകാതിരിക്കാനുള്ള ഏറ്റവും നല്ല പ്രൊട്ടക്ഷൻ എന്ന് പറയണത് അവരോർത്ത് നന്ദി പറയണതാണ് ദൈവത്തോട്. നിങ്ങൾ നന്ദിയല്ല പറയണത്. നിങ്ങളവരുടെ മാർക്ക് കൂടണേ, അവർക്ക് റാങ്ക് കിട്ടണേ, അവരുടെ വിസ പാസ്സാകണേ, അങ്ങനെയാണ് നിങ്ങൾ ദൈവത്തോട് പറയണത്. ദൈവത്തിന് അതിൻ്റെ അകത്ത് വലിയ റോളൊന്നുമില്ല. എൻ്റെ മക്കളെ എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ കണ്ടൻറ്റ് മാറ്റിവെച്ച് വേണം പ്രാർത്ഥിക്കാൻ. ആദ്യമായി മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ചതിന് ഒരുപാട് നന്ദി. എൻ്റെ പേര് ക്രിസ്റ്റി തോമസ്. ഞാൻ കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ സെൻറ്റ് ജോസഫ് ജ്ഞാനായ കത്തോലിക്ക ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഇതെൻ്റെ ആൻറ്റിയാണ്. ആൻറ്റി കാരണമാണ് ഞാനിവിടെ വരാനും ഉടമ്പടി എടുക്കാനും എനിക്ക് അനുഗ്രഹം കിട്ടാനും
സാധിച്ചത്. ആദ്യമായിട്ട് ഞാൻ മാതാവിൻ്റെ ഉടമ്പടി എടുക്കുന്നത് 2021 അന്ന് ഞാൻ BSc നഴ്സിംഗ് സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ഫാർമക്കോളജി, പതോളജി, ജെനറ്റിക്സ് എന്ന് പറയുന്നൊരു 3 സബ്ജക്റ്റ് ഉണ്ട്. അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ ഫെയിലായാൽ 3 സബ്ജക്റ്റും എനിക്ക് വീണ്ടും എഴുതേണ്ടി വരും. അപ്പോൾ എനിക്ക് വളരെ ടെൻഷനായിരുന്നു എങ്ങനെയാണ് ഇത് അപ്പിയർ ചെയ്യേണ്ടതെന്ന്. അപ്പം എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു നമ്മൾ എന്തായാലും ഇത് ഫെയിലാവും, കാരണം എനിക്ക് ക്ലിനിക്കൽ കുറച്ച് ടഫായിരുന്നു. അങ്ങനെ ഞങ്ങൾ സാക്ഷ്യങ്ങൾ കേട്ടു. അപ്പം എൻ്റെ ഫ്രണ്ട് പറഞ്ഞു നമുക്ക് ഓൺലൈൻ ഉടമ്പടി എടുക്കാം, നമ്മൾ പാസ്സാവുമെന്ന്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും മാതാവിൻ്റെ ഓൺലൈൻ ഉടമ്പടി എടുത്ത് എല്ലാ ദിവസവും രാവിലെ 5:30 എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ മാതാവിൻ്റെ കാശുരൂപവും അതുപോലെ എണ്ണയൊക്കെ ഉപയോഗിച്ച് ഞാൻ പരീക്ഷയ്ക്ക് പോയി. ഉടമ്പടി തൈലവും ഞാൻ നെറ്റിയിൽ കുരിശ് വരച്ചിട്ടായിരുന്നു ഞാൻ പരീക്ഷയ്ക്ക് പോയത്. അങ്ങനെ പരീക്ഷയ്ക്ക് ചെന്ന് എനിക്ക് ഭയങ്കര ടഫായിരുന്നു ആ എക്സാം. ഞാൻ പഠിച്ചൊന്നുമല്ല വന്നത്. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഞാനല്ല ഈ പരീക്ഷ എഴുതുന്നത്, നീയാണ് പരീക്ഷ എഴുതുന്നതെന്ന്. അങ്ങനെ പരീക്ഷ കഴിഞ്ഞ ഉടനെ ഞാൻ വന്ന് കൊന്തയില്ലി. അങ്ങനെ എല്ലാ പരീക്ഷയിലും ഞാൻ അങ്ങനെ തന്നെയായിരുന്നു. റിസൾട്ട് വന്നപ്പോൾ എൻ്റെ ഹോൾ ടിക്കറ്റ് നമ്പർ കാണുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ഫെയിലായെന്ന്. പക്ഷെ അത് കഴിഞ്ഞ് ഏറ്റവും മുകളിൽ ആ ഹോൾ ടിക്കറ്റ് നമ്പർ കണ്ടു. അങ്ങനെ പിറ്റേ ദിവസം ഞാൻ ക്ലാസ്സിൽ വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു കൺഗ്രാജുലേഷൻസ്. അപ്പോൾ ഞാനോർത്ത് എന്തിനാണ് എന്നോട് കൺഗ്രാജുലേഷൻ പറയുന്നത്. അപ്പോഴാണ് എന്നോട് പറയുന്നത് നീയാണ് നമ്മുടെ ക്ലാസ്സിലെ ടോപ്പർന്ന്. എനിക്ക് ഉറപ്പാണ് ഞാൻ ഒന്നും ആ എക്സാമിൽ എഴുതിയിട്ടില്ല. മാതാവല്ലാതെ വേറെ ആരുമല്ല ആ എക്സാം എഴുതിയത്. അങ്ങനെ എൻ്റെ എൻ്റെ എല്ലാ BSc നഴ്സിംഗിന് എക്സാമിനും ഇതേപോലെ തന്നെയാണ് ഞാൻ പരീക്ഷയ്ക്ക് പോയത്. എനിക്ക് അന്നൊന്നും പേടിക്കേണ്ട അവസ്ഥയായി വന്നിട്ടില്ല. അതിനുശേഷം ഞാൻ 2023 എന്ത് ചെയ്യണം എന്നറിയത്തില്ല. OET എഴുതണം കുറേ പേര് പറയുന്നു എക്സ്പീരിയൻസ് എടുക്കണം എന്ന്. പക്ഷേ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. അപ്പോൾ മാതാവ് എനിക്കെന്തോ ഒരു ഉള്ളിൽ നിന്ന് പറയുന്നു OET എഴുത്, ഡൽഹിക്ക് പോകണ്ട. അപ്പം ഞാൻ മാതാവിനോട് ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് ഞാൻ OETക്ക് പ്രിപ്പയർ ചെയ്തു. അങ്ങനെ എക്സാം എഴുതിയപ്പോൾ റീഡിങ് ഭയങ്കര ടഫായിരുന്നു. എനിക്ക് മാത്രമല്ല എല്ലാ പിള്ളേർക്കും. അപ്പം ഞങ്ങൾക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പോലും പറ്റുന്നില്ല റീഡിങ്. അങ്ങനെ ഞാൻ അവസാന നിമിഷം അസസർ എൻ്റെ മുമ്പിൽ വന്നപ്പോഴാണ് ഞാൻ 10 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നത്. ഒരു 10 ക്വസ്റ്റ്യനോളം ഞാൻ അറ്റൻഡ് ചെയ്തിട്ടേ ഇല്ല. അപ്പം ഞാൻ എന്തായാലും ഉറപ്പിച്ചു ഞാൻ തോറ്റുപോയി. അത് കഴിഞ്ഞിട്ട് എൻ്റെ റൈറ്റിംഗ് വന്നു. ഞാൻ ഈ റീഡിങ്ങിൻ്റെ ടെൻഷനിലാണ് റൈറ്റിംഗ് എഴുതിയത്. റൈറ്റിങ്ങിനും എനിക്ക് ഭയങ്കര പാടായിരുന്നു. പിന്നെ സ്പീക്കിംഗ് കഴിഞ്ഞു. അങ്ങനെ എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് റൈറ്റിങ്ങിനാണ് C ആയിപ്പോയത്. ബാക്കി എല്ലാത്തിനും എനിക്ക് B ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് മാതാവ് ക്ലബിംഗ് സ്കോർ തന്ന് മാതാവ് എന്നെ അനുഗ്രഹിച്ചു. വേറെ ഏതെങ്കിലും വിഷയത്തിന് C ആയിരുന്നെങ്കിൽ എനിക്ക് ആ ക്ലബിംഗ് സ്കോർ കിട്ടത്തില്ലായിരുന്നു. അങ്ങനെ എൻ്റെ ക്ലബിംഗ് സ്കോർ തീരുന്ന ആ മാസം ഞാൻ വീണ്ടും ഒന്നും കൂടെ OET എഴുതാമെന്ന് വിചാരിച്ചു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു ഇനി ഞാൻ മാതാവ് ഈ OET എഴുതത്തില്ല, നീ എന്നെ അവിടെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ മാത്രമേ എന്നെ ജയിപ്പിച്ചാൽ മതി, വെറുതെ പ്രതീക്ഷ എനിക്ക് തരരുതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 2ാമത് പരീക്ഷ എഴുതിയപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനുള്ള ആളാണ്. അപ്പോൾ ഒരുപാട് പേരെ കാണുമ്പോൾ എനിക്ക് ടെൻഷനാവും. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു എനിക്കൊരു പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലത്ത് നിന്ന് പരീക്ഷ എഴുതാൻ പറ്റണേന്ന്. അങ്ങനെ മാതാവ് എനിക്ക് നല്ലൊരു സ്ഥലം പത്തനംതിട്ടയിൽ തന്നു. അങ്ങനെ അവിടെ നിന്ന് ഞാൻ വളരെ കൂളായിട്ട് പരീക്ഷ എഴുതി. റിസൾട്ട് വന്ന സമയത്ത് ഞാൻ ക്ലബിംഗ് സ്കോർ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. പക്ഷേ എനിക്ക് മാതാവ് എല്ലാ വിഷയത്തിനും വീണ്ടും B തന്ന് 2 വർഷത്തെ വാലിഡിറ്റിയോടുകൂടി മാതാവ് എന്നെ രക്ഷിച്ചു. അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു എന്തായാലും എനിക്ക് പോകാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് ഈ 2 വർഷം കിട്ടത്തില്ല. അപ്പോൾ എനിക്ക് പണ്ട് മുതലേ ഞാനിങ്ങനെ യൂട്യൂബിലൊക്കെ വീഡിയോസ് കാണുമ്പം അവിടെ അയർലൻഡ് മാതാവിൻ്റെ സ്ഥലമാണ്. അപ്പോൾ അവിടെ ഒരു മാതാവ് പ്രത്യക്ഷപ്പെട്ട ഒരു പള്ളി ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഇങ്ങനെ വെറുതെ വിചാരിക്കുമായിരുന്നു അവിടെ നിന്ന് പോകാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന്. അങ്ങനെ ഞാനിരുന്നപ്പോൾ എൻ്റെ കൂടെ OET പഠിച്ചൊരു കൊച്ചുണ്ടായിരുന്നു. അവൾ ഹിന്ദുവാണ്. അപ്പം അവൾക്ക് ഭയങ്കര പേടിയായിരുന്നു പരീക്ഷയ്ക്ക്. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു മാതാവിനോട് പ്രാർത്ഥിക്കുക. അപ്പം അവൾ മാതാവിനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ അവൾക്ക് അയർലൻഡ് സ്കോറാണ് കിട്ടിയത്. അവൾ അങ്ങനെ അയർലൻഡിൽ ചെന്നായിരുന്നു. അങ്ങനെ അവൾ 1 വർഷം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു എടി ഒരു വേക്കൻസി വന്നിട്ടുണ്ട്, അത് ഞാൻ HR പറഞ്ഞ് നിനക്ക് എങ്ങനെയെങ്കിലും ഞാൻ റെക്കമെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് അവർ ഇൻ്റർവ്യൂ തന്നപ്പോഴും എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. കാരണം ഇപ്പോൾ പ്രോസസ്സിംഗ് ഒന്നും നടക്കുന്നില്ല. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂവിന് ഇരുന്നപ്പോൾ നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ കാരണം അവർ പറയുന്നൊന്നും കേൾക്കാൻ വയ്യായിരുന്നു. അവർ 1 ചാൻസ് തന്നു, 2 ചാൻസ് തന്നു. പിന്നെ എനിക്ക് നോർമൽ കോൾ വരെ വിളിച്ചു. എന്നിട്ടും എനിക്കൊന്നും കേൾക്കാൻ വയ്യ. അവസാനം ഞാൻ വിചാരിച്ചു എൻ്റെ ഈ ഇൻ്റർവ്യൂ പോയി. അങ്ങനെ ഞാൻ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു മെയിൽ വന്നു. നോക്കിയപ്പോൾ എൻ്റെ ഓഫർ ലെറ്ററും കോൺട്രാക്റ്റുമാണ് എനിക്ക് മെയിലിലേക്ക് വന്നത്. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല ഈ ഇൻ്റർവ്യൂവിന്. അത് കഴിഞ്ഞ് അവർ പറഞ്ഞു ഡിസംബർ 22-ാം തീയതി ഇവിടെ വന്ന് ജോയിൻ ചെയ്യണം എന്ന് പറഞ്ഞു. അതൊരു ഓഗസ്റ്റ് മാസമായിരുന്നു.
അപ്പം അയർലൻഡിൻ്റെ പ്രോസസ്സിങ് നമുക്ക് അറിയാം, ഭയങ്കര ഡിലേ ആണ്. ഞാൻ ഒന്നും തുടങ്ങിയിട്ടില്ല പ്രോസസ്സിങ്. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് ഇത് നീ എനിക്ക് തന്നതാണെങ്കിൽ എനിക്കവിടെ പോകാൻ പറ്റണേന്ന്. അങ്ങനെ ഞാൻ ആ സ്ഥലം വെറുതെ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ മാതാവ് പ്രത്യക്ഷപ്പെട്ട പള്ളിയുടെ തൊട്ടടുത്താണ് ഞാൻ പോകുന്ന ഹോസ്പിറ്റൽ. പിന്നെ ഞാൻ എൻ്റെ പ്രോസസ്സിങ് തുടങ്ങിയപ്പോൾ ഭയങ്കര ഡിലേ ആയിരുന്നു. എനിക്ക് കോളേജിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല. ഞാൻ പഠിച്ച ഹോസ്പിറ്റലിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കിട്ടാൻ കുറച്ച് പാടായിരുന്നു. അവസാനം ഞാൻ ഇവിടെ വന്ന് ആൻറ്റി പറഞ്ഞു, ഒന്നും കൂടെ നീ ഉടമ്പടി എടുക്കുക, അപ്പോൾ പുതുക്കുമ്പോൾ എന്തായാലും നിനക്ക് കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ വന്ന് മാതാവിൻ്റെ ഉടമ്പടി ഒന്നും കൂടെ പുതുക്കി. അങ്ങനെ ഞാൻ റിസൈൻ ചെയ്തു. വീണ്ടും ഞാൻ ഹൈദരാബാദിൽ പോയി ആ സർട്ടിഫിക്കറ്റ് എല്ലാം എനിക്ക് കിട്ടി. പ്രിൻസിപ്പൾ ആദ്യം തരത്തില്ല എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് ഞാൻ അവിടെ ചെന്ന് 10 മിനിറ്റിനുള്ളിൽ എനിക്ക് എല്ലാം സൈൻ ചെയ്ത് തന്നു. അതിനുശേഷം ഞാൻ വീണ്ടും പ്രതീക്ഷീകരണത്തിൻ്റെ എല്ലാ ഉടമ്പടി പത്രവും അതുപോലെ തന്നെ എൻ്റെ നേർച്ച വസ്തുക്കളും ഞാൻ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ പ്രോസസ്സിങ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഞാൻ ഏജൻസി ഒന്നുമില്ല, ഞാൻ ഡയറക്റ്റ് ആയതുകൊണ്ട് തന്നെ ആരും എനിക്ക് വേണ്ടി ഒന്നും ചെയ്തു തരത്തില്ലായിരുന്നു. അപ്പം ഞാൻ തന്നെയായിരുന്നു ഈ പ്രോസസ്സിങ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എനിക്കൊന്നും അറിയത്തില്ല. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, എനിക്കൊന്നും അറിയത്തില്ല, നീയാണ് എൻ്റെ ഏജൻറ്റ്, നീ തന്നെ വേണം എന്നെ അവിടെ എത്തിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ചില ഏജൻസിക്കാർ എനിക്ക് വേണ്ടി അവർ ഡൗട്ട് ക്ലിയർ ചെയ്ത് തന്നെ എന്നെ ഇങ്ങോട്ട് വിളിക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ DL ഞാൻ അപ്ലൈ ചെയ്തു. DLന് പുതിയ അപ്ഡേഷൻ വന്നായിരുന്നു. 3 മാസമെങ്കിലും എടുക്കും DL കിട്ടാമെന്ന് പറഞ്ഞു. അപ്പം തന്നെ ഞാൻ തുടങ്ങിയപ്പോൾ തന്നെ ഡിസംബർ 22-ാം തീയതി എനിക്ക് ജോയിൻ ചെയ്യുകയും വേണം. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് ഡിസംബർ തീരുന്നതിന് മുമ്പ് എനിക്ക് DL തരണം എന്ന്. അങ്ങനെ ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥന ചെല്ലും, ഈ മെയിൽ നോക്കും, പക്ഷെ വന്നിട്ടില്ല. അങ്ങനെ ഒരു 27-ാം തീയതി ആയപ്പോൾ ഞാൻ നോക്കി, പക്ഷെ വന്നിട്ടില്ല. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് ഈ ഉടമ്പടി ഒന്നുമില്ല, ഞാൻ ഇനി ഉടമ്പടി പ്രാർത്ഥന ചെല്ലത്തില്ല, ഞാൻ പറയും കൃപാസനം വെറുതെയാണ്, ഞാൻ പറയൂന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് ഒന്നുകൂടെ മെയിൽ നോക്കിയപ്പോൾ എൻ്റെ DL വന്നേക്കുക. അതും അന്ന് ഹോളിഡേ ആണ്. അപ്പോൾ അവർക്ക് ഹോളിഡേ ആയതുകൊണ്ട്, ഇയർ എൻഡിങ് ആയതുകൊണ്ട് എല്ലാവരും പറഞ്ഞു ഈ മാസം എന്തായാലും നിനക്ക് DL കിട്ടത്തില്ല. പക്ഷേ എനിക്ക് ആ ദിവസം 10 മണിക്ക് എനിക്ക് DL വന്നു. അതിനുശേഷം ഞാൻ എക്സാമിന് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഡേറ്റ് എടുക്കാൻ വേണ്ടിയിരുന്നു. അപ്പോൾ എനിക്ക് വിസ കാർഡ് ഇല്ലായിരുന്നു. പക്ഷേ വിസ കാർഡ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർ പറഞ്ഞു 7-8 ദിവസം എടുക്കും, അപ്പോൾ എൻ്റെ എക്സാം ഡിലേ ആവും. അങ്ങനെ വിസ കാർഡ് ഞാൻ കുറേ ബാങ്കിൽ ചോദിച്ചു, പക്ഷെ കിട്ടിയില്ല. അങ്ങനെ അവസാനം ഞാനൊരു ബാങ്കിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഒരേ ഒരു കാർഡുണ്ട്, അത് നിനക്ക് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ എക്സാം ബുക്ക് ചെയ്തു. എനിക്ക് ഫെബ്രുവരി ആയിരുന്നു എഴുതേണ്ടിയിരുന്നത്, പക്ഷേ എനിക്ക് ഏപ്രിലാണ് മാതാവ് തന്നെ. അപ്പോൾ ഞാൻ വിഷമിച്ചു, മാതാവ് എന്താ എനിക്ക് ഏപ്രിൽ കൊണ്ട് തന്നെ, അപ്പോൾ എനിക്ക് ഗ്യാപ്പ് ആവത്തില്ലേന്ന്. പക്ഷേ മാതാവ് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഈ മാർച്ച് കഴിഞ്ഞിട്ട് ഈ എക്സാം എഴുതുന്നവർക്കെല്ലാം സാലറി കൂടുതലാണ് ഇപ്പോൾ പുതിയ ഗവൺമെൻറ് റൂൾ പ്രകാരം കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയും മാതാവ് എന്നെ അനുഗ്രഹിച്ചു. അതുപോലെ എനിക്ക് പേടിയായിരുന്നു, എങ്ങനെ ഞാനൊരു രാജ്യത്തേക്ക് ഒറ്റയ്ക്ക് പോകും, എനിക്ക് അറിയത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട് എനിക്ക് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം അവൾ ഓൾറെഡി ചെയ്തു വെച്ചേക്കുന്നുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കസിൻ അവിടെ ഉണ്ട്. പിന്നെ എനിക്ക് എക്സാം എഴുതാൻ വേറൊരു സ്ഥലത്തേക്ക് പോകണമായിരുന്നു. അപ്പോൾ എനിക്ക് അവിടെയും പേടിയായിരുന്നു, ഞാൻ എങ്ങനെ ഒരു സ്ഥലത്ത് ഒറ്റയ്ക്കൊക്കെ പോകും. പിന്നെ അവിടുത്തെ ട്രാൻസ്പോർട്ടേഷനൊക്കെ പേടിയായിരുന്നു. അങ്ങനെ എൻ്റെ കൂടെ എത്തി ജോലി ചെയ്തൊരു കൊച്ച് കറക്റ്റ് സമയത്ത് ആ സ്ഥലത്ത് തന്നെ അവൾക്ക് വർക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ അവൾ പറഞ്ഞു, നീ പേടിക്കേണ്ട, നീ ഇങ്ങോട്ട് പോരും, ഞാൻ നോക്കിക്കോളാമെന്ന്. അങ്ങനെ എനിക്ക് എവിടെ ചെന്നാലും മാതാവിൻ്റെ ഓരോ ആൾക്കാർ വഴി മാതാവ് എനിക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് തരുന്നുണ്ട് മാതാവ്. അതുപോലെ തന്നെ എൻ്റെ വിസ, ഏറ്റിപ്പിക്കൽ വിസ ആദ്യം ഞാൻ കൊടുത്തപ്പോൾ കൊയറിയായിരുന്നു, രണ്ടാമത് കൊടുത്തപ്പോഴും കൊയറി. അങ്ങനെ ഞാൻ മാതാവിനോട് പറഞ്ഞു, ഇനി എനിക്ക് കിട്ടത്തില്ലേ, അവസാന നിമിഷം കിട്ടത്തില്ലേന്ന്. അങ്ങനെ 3ാമത്തെ തവണ ഞാൻ കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ മാതാവിൻ്റെ പള്ളിയിൽ പോയിരുന്നിട്ടാണ് ഞാൻ അത് അപ്ലൈ ചെയ്തത്. അപ്പോൾ അപ്ലൈ ചെയ്തിട്ട് ഞാൻ 4 ദിവസം കഴിഞ്ഞ് കിട്ടേണ്ട ഈ വിസ എനിക്ക് 2 ദിവസം കൊണ്ട് തന്നെ കിട്ടി. അത് കഴിഞ്ഞ് എനിക്ക് എൻട്രി വിസയ്ക്ക് ഉണ്ടായിരുന്നു. എൻട്രി വിസ ഞാൻ അപ്ലൈ ചെയ്തു. ഈ യുദ്ധം കാരണം അതും ഡിലേ ആവുമെന്ന് പറഞ്ഞു. പക്ഷേ 20 വർക്കിംഗ് ഡേയ്സാണ് മിനിമം വേണ്ടത്. പക്ഷേ എനിക്ക് വർക്കിംഗ് ഡേയ്സ് അല്ലാതെ മൊത്തത്തിൽ എനിക്ക് 20 ദിവസം കൊണ്ടാണ് മാതാവ് എനിക്കത് എൻട്രി വിസ തന്നു. ഈ 5-ാം തീയതി ഞാൻ അയർലൻഡിലോട്ട് പോവുകയാണ്. എനിക്കറിയില്ല മാതാവ് എന്നെ എങ്ങനെയൊക്കെയാണ് അനുഗ്രഹിക്കുന്നതെന്ന്. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയങ്ങളിൽ പ്രതീക്ഷിക്കാത്ത ആളുകളിലൂടെയാണ് മാതാവ് എന്നെ സഹായിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ 1 വർഷത്തോളം മെഡിക്കൽ കോളേജിൽ ഫ്രീ ആയിട്ട് ഞാൻ രോഗികളെ ശുശ്രൂഷിച്ചിട്ടുണ്ട്. അതുപോലെ എനിക്ക് പറ്റുന്നവർക്കെല്ലാം ഞാൻ സഹായം ചെയ്യുമായിരുന്നു. പിന്നെ പത്രങ്ങൾ കൊടുക്കുമായിരുന്നു. കൂടുതലും ഈ മാതാവിനെ അറിയാത്തവർക്കാണ് ഞാൻ മാതാവിനെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ എല്ലാവരും എന്നെ കളിയാക്കുമായിരുന്നു, നീ മാതാവിൻ്റെ ആളാണ്. പക്ഷേ എനിക്കതിലൊരു നാണക്കേടും ഇല്ല, ഞാൻ മാതാവിൻ്റെ ആളാണ്. അപ്പം അതുകൊണ്ട് മാതാവ് എന്നെ എങ്ങനെയാണ് അനുഗ്രഹിച്ചത് ഞാൻ നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. നേർച്ച വസ്തുക്കൾ ഞാൻ ഉപയോഗിക്കുമായിരുന്നു. എൻ്റെ പാസ്പോർട്ട് ഞാൻ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ കുരിശ് വരച്ചിട്ടാണ് ഞാൻ ആ പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്തത്.
ഉടമ്പടി തൈലം ഞാൻ പാസ്പോർട്ടിൽ കുരിശ് വരച്ചിട്ടാണ് ഞാൻ പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്തത്. അതുകൊണ്ട് എനിക്ക് വേഗം തന്നെ എൻ്റെ വിസ വന്നു. അങ്ങനെ മാതാവിന് ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ സ്വഭാവത്തിൽ നന്ന മാറ്റം, ഞാൻ കുറച്ച് ദേഷ്യമൊക്കെ വരുമായിരുന്നു എനിക്ക് പെട്ടെന്ന്. പക്ഷെ അതൊക്കെ കുറേ മാറി. പിന്നെ ഞാനും എൻ്റെ ആധ്യാത്മിക കാര്യങ്ങൾ മാതാവിനോട് ചോദിക്കാൻ തുടങ്ങി. അതുവരെ ഞാൻ ജോലി അങ്ങനെയൊക്കെ ആയിരുന്നു ചോദിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ പിന്നീട് ഞാൻ ചോദിച്ചിട്ടേ ഇല്ല, ഞാൻ മറന്നുപോയായിരുന്നു. പക്ഷെ മാതാവ് അത് ഓർത്തു. അങ്ങനെ മാതാവ് എനിക്ക് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്തു തന്നു. ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി എൻ്റെ അതേ അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടിയായിരുന്നു കൂടുതലും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഇപ്പം ഓരോ അവസരങ്ങൾ കിട്ടുന്നുണ്ട്, അവരെല്ലാം പറയുന്നുണ്ട്. അപ്പം അതെല്ലാം ഈ കൃപാസന മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ അടയാളമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഞാനിവിടെ വന്ന് എൻ്റെ ആൻറ്റി പറഞ്ഞായിരുന്നു, നീ ഇനി വരുമ്പോൾ നീ NRIയുടെ ഉടമ്പടി ആയിരിക്കും എടുക്കുന്നതെന്ന്. അതുപോലെ തന്നെ മാതാവ് എന്നെ NRIയുടെ ഉടമ്പടി ഞാൻ എപ്പോൾ എടുത്തുകൊണ്ടാണ് ഞാൻ പോകുന്നത്. മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കിയതിന് ഒരുപാട് നന്ദി പറയുന്നു. ദൈവനാമത്തിന് മഹത്വം. എൻ്റെ പേര് ഫിലോമിന. ഞാൻ സെൻറ്റ് ജോസഫ് ജ്ഞാനായ ചർച്ചിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ അനിയൻ്റെ മോളാണ്. എൻ്റെ മോള് കഴിഞ്ഞ മാസം ജൂണിൽ അവൾ പോയി. അപ്പോൾ ആ അന്ന് തൊട്ടുകൾക്ക് ഭയങ്കര വിഷമമായിരുന്നു. അപ്പം ഞാനിവിടെ വന്ന് ഇവളെയും കൂട്ടി വന്ന് പ്രാർത്ഥിച്ചു. ഞാൻ ഇവളോട് പറഞ്ഞു, മാതാവ് തരും, നമ്മൾക്ക് നീ സങ്കടപ്പെടേണ്ട, എല്ലാവരും അവരോട് കളിയാക്കും, എല്ലാവരും പോയി, നീ മാത്രം എന്നാ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ എനിക്കും വിഷമമായിരുന്നു. ഞങ്ങളിവിടെ വന്ന് പ്രാർത്ഥിച്ചു, മാതാവേ ഏതെങ്കിലും ഒരു രാജ്യത്ത് അവൾക്ക് കിട്ടണമെന്ന് പ്രാർത്ഥിച്ചു. മാതാവ് അവൾക്ക് നൽകി. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരോടും പറയാനുള്ളത്, അല്പം താമസിച്ചാലും നമുക്ക് മാതാവ് തരും. ദൈവനാമത്തിന് മഹത്വം. ശംശായിക സ്തുതിയായിരിക്കട്ടെ. ആദ്യം തന്നെ എന്നെ എൻ്റെ കുടുംബത്തെയും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റിയ അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് സജ്ന. ഞാൻ വരുന്നത് വടക്കേക്കര സെൻറ്റ് മേരീസ് ഇടവക ദേവാലയത്തിൽ നിന്നാണ്. ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് മാർച്ച് 26, 2025 ഉടമ്പടി എടുക്കാനുള്ള കാരണം, ഞാൻ ആ സമയം +2 കഴിഞ്ഞ് ജർമ്മനിക്ക് പോകാൻ വേണ്ടിയിട്ട് ലാംഗ്വേജ് പഠിച്ച് എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഞാനിവിടെ വന്നിട്ടുണ്ട് എൻ്റെ ചേച്ചിയുടെ കൂടെ. ചേച്ചി നഴ്സിംഗ് ഫൈനൽ എക്സാം ഭയങ്കര ടഫായിട്ട് ഉടമ്പടി പ്രാർത്ഥിച്ച് നല്ല മാർക്കോടുകൂടെ പാസ്സായി ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് അതിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടാണ് ഞാനും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചത്. പക്ഷേ ഞാനത്ര വലിയൊരു വിശ്വാസിയോ മാതാവിൻ്റെ വലിയൊരു വിശ്വാസിയോ ഒന്നും ആയിരുന്നില്ല. അതുകൊണ്ട് ഇവിടെ എല്ലാവരും വന്ന് പ്രാർത്ഥിക്കുന്നതൊക്കെ നടക്കുന്നുണ്ട് എന്ന് കേട്ടിട്ട് അങ്ങനെ ഉടമ്പടി എടുക്കാൻ വന്നതാണ്. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. 3 ദിവസങ്ങൾക്ക് ശേഷം എനിക്കൊരു എക്സാം ഉണ്ടായിരുന്നു. മാർച്ച് 29 എനിക്കൊരു എക്സാം ഉണ്ടായിരുന്നു ട്രിവാൻഡ്രം വെച്ച്. അതിനുശേഷം ഏപ്രിൽ 9 വെച്ച് ബാംഗ്ലൂർ വെച്ചൊരു എക്സാം ഉണ്ടായിരുന്നു. അങ്ങനെ 2 എക്സാം ഞാൻ അറ്റൻഡ് ചെയ്തു. അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോഴൊക്കെ കാശൂപം ഞാൻ ഡ്രസ്സിൽ പിൻ ചെയ്ത് വെക്കും, പിന്നെ തൈലം നെറ്റിയെ തൂക്കും, അങ്ങനെ എല്ലാം ചെയ്തിട്ടാണ് പോകുന്നത്. ഏപ്രിൽ 9 എഴുതിയ എക്സാമിൻ്റെ റിസൾട്ട് എനിക്ക് ആദ്യം വന്നു. ഞാൻ മാതാവിനോട് എപ്പോഴും പറയുമായിരുന്നു, ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നവരെല്ലാം മാതാവിൻ്റെ ഓരോ പ്രസൻസ് കിട്ടി, അങ്ങനെ ഓരോ അടയാളങ്ങളൊക്കെ കിട്ടി എന്നൊക്കെ പറയും. അപ്പോൾ എനിക്ക് വലിയ വിശ്വാസമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു, എനിക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു അടയാളം തരണം, എങ്കിലും ഞാൻ വിശ്വസിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏപ്രിൽ 9 ഞാൻ എക്സാമിന് വേണ്ടി ബാംഗ്ലൂർക്ക് പോകുന്ന അന്ന് രാത്രി മാതാവിന് എനിക്ക് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ഞാനും മാതാവും എൻ്റെ വീടിൻ്റെ ആ ഒരു പരിസരത്ത് നിൽക്കുന്നതായിട്ടായിരുന്നു ഞാൻ സ്വപ്നം കണ്ടത്. അപ്പോൾ എനിക്ക് എന്തായാലും വിശ്വാസമായി ഞാൻ എക്സാം പാസ്സാവും, എന്താണെങ്കിലും ഞാൻ പാസ്സാവും. അപ്പോൾ 1 വീക്ക് കഴിഞ്ഞപ്പോഴത്തേക്കും റിസൾട്ട് വന്നു, ഞാൻ ആ എക്സാം പാസ്സായി. പക്ഷെ അതിന് മുമ്പ് മാർച്ച് 29 ഞാൻ എഴുതിയ എക്സാം ഞാൻ പാസ്സായില്ല. ഒന്നാമത് എനിക്ക് വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് അപ്പം തന്നെ എൻ്റെ വിശ്വാസം പകുതി കുറഞ്ഞു. ഇപ്പം നേരത്തെ എക്സാം എഴുതിയത് അത് എനിക്കറിയാവുന്നത് കൊണ്ട് അല്ലെങ്കിൽ എൻ്റെ മെറിറ്റ് കൊണ്ട് ഞാൻ പാസ്സായതായിരിക്കാം എന്നൊരു തോന്നലേക്ക് അപ്പം തന്നെ ഞാൻ പോയി, എനിക്ക് വലിയ വിശ്വാസം ഇല്ലാഞ്ഞുകൊണ്ട്. പക്ഷെ എന്നാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, എന്തിനാ വിശ്വാസം ഇല്ലാതെ ജീവിക്കുന്നത് എന്നൊക്കെ വിചാരിച്ച് ഞാൻ വിശ്വസിക്കാൻ പ്രാർത്ഥിക്കാനൊക്കെ തന്നെ തീരുമാനിച്ചു. അങ്ങനെ ജൂൺ പിന്നെ ഓഗസ്റ്റ് ഈ 2 മാസവും ഞാൻ 2 മൊഡ്യൂൾ എക്സാം എഴുതി. പക്ഷേ ഈ 2 ഞാൻ പാസ്സായില്ല. ഞാൻ പ്രാർത്ഥിച്ച് ഒരുങ്ങി തൈലമൊക്കെ ഉപയോഗിച്ച് കാശുവൊക്കെ കൊണ്ട് തന്നെയാണ് പോയത്. പക്ഷേ ഇത് 2 ഞാൻ പാസ്സായില്ല. അപ്പം ഞാൻ എൻ്റെ ഭൗതികമായ ആവശ്യങ്ങൾ കുറച്ച് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഉടമ്പടിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ ഉടമ്പടി വർക്കൗട്ട് ആകാത്തതല്ല, വർക്കൗട്ട് ആകുന്നുണ്ട്. എൻ്റെ ആത്മീയമായ ജീവിതം ഒരുപാട് ഇമ്പ്രൂവ് ആയി.
ഞാൻ എൻ്റെ പേഴ്സണൽ ആവശ്യങ്ങളല്ല ഉടമ്പടിയിൽ നോക്കേണ്ടത്, മറിച്ച് കുർബാനയ്ക്ക് പോകാൻ 1 വർഷത്തോളം ഞാൻ കുർബാനയ്ക്ക് പോയിട്ട് പോലും ഇല്ല. എനിക്കങ്ങനെ വിശ്വാസമില്ലാത്ത കാരണം. പക്ഷേ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ ആത്മീയമായ ഒരുപാട് ഞാൻ വളർന്നു. എൻ്റെ വിശ്വാസക്കുറവൊക്കെ മാറി. അതിനുശേഷം ഞാൻ തീരുമാനിച്ചു, ചിലപ്പോൾ ഇതായിരിക്കില്ല എനിക്ക് പറഞ്ഞിട്ടുള്ളത്, വേറെ ആയിരിക്കാം. അങ്ങനെ ഞാൻ വേറെ ഒരു ലെവൽ എഴുതാൻ വേണ്ടിയിട്ട് എന്തോ ആരോ എനിക്ക് തോന്നിക്കുന്ന പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം വിചാരിച്ചു. ഞാൻ 4 മൊഡ്യൂൾ വീണ്ടും പോയി വേറെ ലെവൽ എഴുതി നോക്കി. അന്ന് എക്സാമിൻ്റെ അന്നായിരുന്നു എൻ്റെ അമ്മയുടെ അച്ഛൻ മരിച്ചു. അപ്പോൾ അമ്മയ്ക്ക് എൻ്റെ കൂടെ എക്സാം എഴുതാൻ എൻ്റെ കൂടെ വരാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മയ്ക്ക് വരാൻ പറ്റില്ല, അപ്പം മാതാവ് എൻ്റെ കൂടെ വരണം. അങ്ങനെ ഞാൻ ആ എക്സാം എഴുതാൻ പോയി. എൻ്റെ യാത്രയിൽ ഫുള്ള് മാതാവ് കൂടെ ഉണ്ടായിരുന്നു. ആ 4 മൊഡ്യൂളും ഞാൻ പാസ്സായി. അതിനുശേഷം ഞാൻ വിസയ്ക്ക് അപ്പോയിൻമെൻ്റ് എടുത്തു. ഫെബ്രുവരിയിലായിരുന്നു അപ്പോയിൻമെൻ്റ് എടുത്തത്. പക്ഷേ 1 മാസത്തോളം സമയമുണ്ടായിരുന്നു. പ്രോസസ്സിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ എനിക്ക് ഇൻ്റർവ്യൂ ഒന്നും കിട്ടുന്നില്ല. ഇൻ്റർവ്യൂ നടത്തി കോൺട്രാക്റ്റ് കിട്ടിയെങ്കിൽ മാത്രമേ അപ്പോയിൻമെൻറ്റിന് പോയിട്ട് കാര്യമുള്ളൂ, അല്ലെങ്കിൽ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. 3 ദിവസം മാത്രം ബാക്കി നിൽക്കെ സമയച്ചുരുക്കത്തിൻ്റെ മാതാവ് ഇടപെട്ട് എനിക്ക് ഇൻ്റർവ്യൂ നടത്തി. ആദ്യത്തെ ഇൻ്റർവ്യൂ തന്നെ എനിക്ക് പാസ്സായി. ഒരു കുഴപ്പമില്ലാതെ എനിക്ക് കോൺട്രാക്റ്റ് കിട്ടി. എല്ലാം ഓക്കെ ആയി. അതിനുശേഷം ബാംഗ്ലൂരായിരുന്നു അപ്പോയിൻമെൻറ്റിന് പോയി. ഞാൻ തൈലമൊക്കെ ഉപയോഗിച്ച് പിന്നെ ഉപ്പൊക്കെ അവിടെ ഇട്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് പോയത്. ഇൻ്റർവ്യൂ നന്നായിട്ട് തന്നെ പോയി. അതുവരെ എൻ്റെ ജീവിതത്തിൽ പരാജയങ്ങളായിരുന്നെങ്കിലും പിന്നീട് എൻ്റെ ജീവിതത്തിൽ കുറേ തടസ്സങ്ങളായിരുന്നു വരാൻ തുടങ്ങിയത്. തടസ്സങ്ങൾ എന്ന് പറഞ്ഞാൽ അപ്പോയിൻമെൻറ്റ് കഴിഞ്ഞു, പക്ഷേ 1 മാസത്തോളം കഴിഞ്ഞിട്ടും ഒരു ഇൻഫർമേഷനും ഇല്ല. എനിക്കാണെങ്കിൽ അവിടെ ജർമ്മനിയിൽ ജോയിൻ ചെയ്യേണ്ട ഡേറ്റും ആകാറായി. എനിക്ക് അവിടുന്ന് നല്ല പ്രഷറുണ്ട്. ഞാൻ പറഞ്ഞു, എനിക്കിനി ഈ ടെൻഷൻ അനുഭവിക്കാൻ വയ്യ. ഒത്തിരി ഞാൻ ടെൻഷൻ അടിച്ചു, കാരണം സമയം പൊക്കോണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു, എനിക്കിനി ടെൻഷൻ അടിക്കാൻ വയ്യ, അതുകൊണ്ട് ഞാനൊരു ഡേറ്റ് വെക്കും, ആ ഡേറ്റിന് എനിക്ക് തരണം, എനിക്കിവിടെ ഒന്ന് സാക്ഷ്യം പറയാനുള്ളതാണ്, ആ ഡേറ്റ് തന്നെ എനിക്ക് തരണം എന്ന് ഞാൻ വെച്ചു. ഞാൻ വെച്ച തീയതി മാർച്ച് 26 ആയിരുന്നു. മാർച്ച് 26 ഇന്നലെ രാവിലെ എനിക്ക് വിസ അടിച്ച് കിട്ടി. ഇന്നലെ ഉച്ചയായപ്പോഴത്തേക്കും വന്നു. ഞാൻ മാർച്ച് 26 വെക്കാനുള്ള കാരണം 2025 മാർച്ച് 26-നായിരുന്നു ഞാൻ ഉടമ്പടി എടുത്തത്. ഇന്നലെ കൃത്യം 1 വർഷം പൂർത്തിയായപ്പോൾ എനിക്ക് ഞാൻ വെച്ച ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കിട്ടി. അതിനുശേഷം ഇപ്പോൾ അറിയാമല്ലോ, ഇപ്പോൾ യുദ്ധത്തിൻ്റെ സാഹചര്യങ്ങൾ കാരണം ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ ഭയങ്കര എമൗണ്ടാണ്, ലക്ഷങ്ങളാണ് ഒരു 1 വേ തന്നെ. അപ്പോൾ പ്രാർത്ഥിച്ച് അത് വളരെ ചെറിയൊരു എമൗണ്ട് തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാൻ പറ്റി. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇപ്പം നെക്സ്റ്റ് വീക്ക് ഞാൻ ജർമ്മനിക്ക് പോവാണ്. എനിക്ക് മാതാവ് തന്നെ ചെയ്തു തന്നാണെന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളും കൂടെയാണ്. എനിക്ക് കൃത്യം 7ാമത്തെ പേജിലാണ് എനിക്ക് വിസ അടിച്ച് വന്നേക്കുന്നത്. ഒരു സംശയമില്ല. ഇത്രയും നാൾ എൻ്റെ മെറിറ്റിൽ മാത്രമായിരുന്നു ഞാൻ വിശ്വസിച്ചുകൊണ്ടിരുന്നത്. ലൈഫിൽ തോൽവികൾ എന്താണെന്ന് അങ്ങനെ അറിഞ്ഞിട്ടില്ലാത്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എൻ്റെ മെറിറ്റ് മാത്രം വിശ്വസിച്ച് എനിക്കൊന്നും കിട്ടിയിട്ടില്ല. മാതാവിൽ വിശ്വസിക്കാൻ തുടങ്ങി അന്ന് മാസങ്ങൾക്കുള്ളിൽ തന്നെ എൻ്റെ വിസ അടിച്ച് ഇപ്പോൾ എനിക്ക് കിട്ടി. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ പറ്റാവുന്ന മാസങ്ങളിലൊക്കെ ഇവിടെ വരികയും പത്രം വീടുകളിലൊക്കെ കയറി പ്രാർത്ഥിച്ച് കൊടുക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. പിന്നെ ഡെയിലി ബ്രെഡൊക്കെ കാണും, പറ്റുമ്പോഴൊക്കെ ഷെയർ ചെയ്യും. പിന്നെ കാരുണ്യപ്രവൃത്തികളായിട്ട് ഒരുപാട് കാരുണ്യപ്രവൃത്തികൾ ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല. എൻ്റെ ഫാമിലി ഒക്കെ ആയിട്ട് ഫിനാൻഷ്യലി പറ്റുന്ന പോലെയൊക്കെ ചിലരെയൊക്കെ സഹായിക്കും. പിന്നെ പൊതിച്ചോറൊക്കെ കൊടുക്കും. പിന്നെ എൻ്റെ സിസ്റ്റർ അങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. പിന്നെ ആത്മീയമായ വളർച്ചയാണ് എനിക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ പറയാനുള്ളത്. വീട്ടിൽ അമ്മ വഴക്ക് പറയും, അല്ലെങ്കിൽ ചേട്ടൻ വഴക്ക് പറയും പള്ളിയിൽ പോകാത്തതുകൊണ്ട് എന്ന് പേടിച്ച് മാത്രം പള്ളിയിൽ പൊയ്ക്കൊണ്ടിരുന്ന ഞാൻ ഇപ്പോൾ ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ പള്ളിയിൽ പോവും. ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ കുർബാനയുടെ ദിവസമായിട്ട് ഇപ്പം ആഘോഷിക്കും. അങ്ങനെ ഒരുപാട് ആത്മീയമായിട്ട് വളരാൻ പറ്റി. കുടുംബ പ്രാർത്ഥനയിൽ സജീവമായിട്ട് പങ്കെടുക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി.